BMW 530 EGR ആണത്. EGR-ഉം മാനിഫോൾഡുമാണ്. EGR ഇത് കൂടാണ്. ഇതാണ് എൻ്റെ EGR. ഇതാണ് എൻ്റെ വാൽവ്. ഇത് ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. കയറ്റണം. നല്ല കരിയാകും. മാനിഫോൾഡിൽ നല്ല കരിയാകും. മാനിഫോൾഡിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കയറ്റണം. കയറ്റിയിട്ട് ബാക്കി നോക്കാം. ഇതെങ്ങനെയാണ് ഇളക്കണേന്ന് നോക്കാം. ഇത് 2 ബോൾട്ട്, ഇവിടെ 1 ബോൾട്ട് അലങ്കിയാണ് പറഞ്ഞാൽ. ഇവിടെ 2 അലങ്കി, ഇവിടെ അലങ്കി. ഇത് എസ് ആണ്. എസിലോട്ട് പോകുന്നതാണ്. EGR-ലോട്ട് മാനിഫോൾഡിലോട്ട് പോകുന്നത്. അത് 45-ന് 2 രണ്ടാണ്. T45 രണ്ടാണ്. കയറ്റി നോക്കുക. ഇതിൽ 10 വരുന്നത്. 10-ൻ്റെ 2, 4, 6 1 വരും. അത് മാനിഫോൾഡിലൂടെ പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതാണ്. കയറ്റി നോക്കാൻ ബാക്കി എന്തിനാണ്. EGR ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. വരുന്നത് ഇവിടെ വാഷറുണ്ട്. അരങ്കി 2 ഇവിടുത്തെ 2 ബോൾട്ട്. ഇതിൻ്റെ അകത്ത് ഒരു 6-ൻ്റെ ബോൾട്ടുണ്ട്. ഇതൊന്ന്. പിന്നെ ഉള്ളത് T45-ൻ്റെ 2 ബോൾട്ടാണ്. ഇതൊന്ന് ഒരു താഴെ ഉള്ളത്. പിന്നെ ഇത് വാപ്പത്തിൻ്റെ ഒരു പൈപ്പ് ഈ ആക്സിലേറ്റർ വരുന്നതാണ്. ആക്സിലേറ്റർ വരുന്നതാണ്. പിന്നെ ഒരു കപ്ലർ. EGR-ൻ്റെ മോട്ടറിലൊരു കപ്ലറുണ്ട്. ഇതാണ് കപ്ലർ. പിന്നെ ഈ ഒരു ഹോസ് മാനിഫോൾഡിലോട്ട് പോകുന്നതാണ്. അത് മാനിഫോൾഡ് സെറ്റ് ചെയ്ത് നോക്കില്ല. EGR ഇളക്കണമെങ്കിൽ ഇവിടെ റേഡിയേറ്ററിൻ്റെ ഫാൻ ഇളക്കണം. ഫാനായിട്ട് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ലോക്കാണ് വരുന്നത്. ഈ ലോക്ക് പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് പൊക്കിയെടുക്കുന്നത് ആണ്. ഇതിൽ 2 കുറ്റിയുണ്ട്. ഫാൻ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 കുറ്റി 2 സൈഡും. അത് ഇറക്കി വെച്ച് ഏതായിട്ട് ഫാൻ ഇളക്കിയെടുത്ത് തന്നെ ഇത് അയക്കാൻ പറ്റും. അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് ഇതിന്. മാനിഫോൾഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം മാനിഫോൾഡിൻ്റെ 10 വേണത്. ഇവിടെ ഒരു 10, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ പിന്നെ ഇവിടെ അവിടെ അങ്ങനെ 7 10-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. പിന്നെ ഈ സെൻസർ, കപ്ലർ, താഴെ ടോട്ടൽ ബോഡിയുടെ കപ്ലറോട് വണ്ണം. ഇത് ഈ പൈപ്പ് ഇടയ്ക്കെടുക്കുമ്പം ഇത് വച്ചുകൊണ്ട് വേണം മാനിഫോൾഡ് കയറ്റാൻ. മാനിഫോൾഡ് കയറ്റി കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് മാനിഫോൾഡിൽ സെറ്റ് ചെയ്ത് വേണം പൈപ്പ് മാറ്റാൻ. ഈ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 30 ആണ്. ഈ 2 30. ഇത് സ്ക്രൂ ആണ്. ഇതൊരു ക്ലിപ്പാണ്. ഇത് E7 ആണ്. ഇതും 2 E7 ആണ്. കപ്ലർ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബോണ്ടൊക്കെ ഉണങ്ങിയതിന് ശേഷം വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ റേഡിയേറ്ററിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ടെസ്റ്റ് ഡ്രൈവ് എടുത്തണം. എന്നിട്ട് വേണം വണ്ടി ഡെലിവറി ചെയ്യാൻ.